നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് എല്ലായിടത്തും അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിനിരകൾ. തൃശൂരും കോഴിക്കോട്ടും പുതിയ കേസുകൾ. അനന്തു കൃഷ്ണൻ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ. സകല ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. തട്ടിപ്പിൽ പങ്കില്ല, താനുമിരയെന്ന് AN രാധാകൃഷ്ണൻ. മുൻകൂർ ജാമ്യം തേടി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. നജീബ് കാന്തപുരത്തിനെതിരെയും പാതിവില തട്ടിപ്പ് ആരോപണം. കിഫ്ബി പാളിയെന്ന് അംഗീകരിക്കാതെ വിചിത്ര ന്യായങ്ങൾ നിരത്തി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നമ്മുടെ സംസ്ഥാന പാതകൾ മുഴുവൻ PMNBC ആവണം. കേരളത്തിലെ എല്ലാ റെയിൽവേ ക്രോസിംഗുകളും മേൽപ്പാലങ്ങളും വേണം. ഇൻഡസ്ട്രിയൽ കോറിഡോർ ഭൂമി ഏറ്റെടുക്കണം. UDF ജനങ്ങളെ പറ്റിക്കരുത്. ജനങ്ങളോട് തുറന്നു പറ. ഇതൊക്കെ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ മാർഗമുണ്ട്. കിഫ്ബി അല്ലാതെ ബദൽ എന്തെന്നും പ്രതിപക്ഷത്തോട് ഐസക്. കിഫ്ബിയുടെ വരുമാന വഴികൾ അടഞ്ഞെന്ന് വ്യക്തം. ഫോണും ഇൻഡസ്ട്രിയൽ പാർക്കുകളും എങ്ങും എത്തിയില്ല. ടോൾ പിരിച്ചാൽ ആ ടോൾ ബൂത്ത് അടിച്ചു പൊളിക്കുമെന്ന് VD സതീശൻ. മറയൂരിൽ ഫയർ ലൈൻ ഇടാൻ പോയ എക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനെ കാട്ടാന ചവിട്ടിക്കൊന്നു. സംഭവം ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ. കാസർഗോഡ് മടയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. പുലിക്ക് മയക്കുവെടി ഏറ്റിട്ടുണ്ടെന്ന് വനം വകുപ്പ്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ യാത്ര വിവാദത്തിൽ ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് വിലങ്ങും ചങ്ങലയും ഇട്ടെന്ന് റിപ്പോർട്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് പാർലമെന്റിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രസ്താവന നടത്തും. ബഹളത്തിൽ തടസ്സപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളും. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മ. അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവന്റെ ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം നൽകി. നെയ്യാറ്റിൻകരയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയത് സ്വതന്ത്ര ജീവിതം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് മരിച്ചത് 70-കാരനായ ജോസ്. കൊന്നത് ചൈനയിൽ MBBS പഠിക്കാൻ പോയി മടങ്ങി വന്ന മകൻ. മുക്കം ഹോട്ടൽ പീഡന ശ്രമക്കേസിൽ ശേഷിച്ച 2 പ്രതികളും കീഴടങ്ങി. നാട്ടുകാരെ കൈവച്ച് കേരള പോലീസിന്റെ കയ്യൂക്ക് തുടരുന്നു. ഡിസംബർ 31 ഇടുക്കി കൂട്ടാറിൽ CI മുഖത്തടിച്ചത് ഓട്ടോ ഡ്രൈവർ മുരളീധരനെ. പരാതി നൽകിയപ്പോൾ പണം നൽകി കേസ് ഒതുക്കാൻ ശ്രമം. റിപ്പോർട്ട് തേടി ഇടുക്കി SP. ത്രിവർണ്ണ നിറം പതിച്ച പുതിയ ജേഴ്സി അണിഞ്ഞ് ടീം ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ. 2020 പിന്നാലെ ഏകദിന പരമ്പരയും പിടിക്കുക ലക്ഷ്യം. ആദ്യ മത്സരം അല്പസമയത്തിനകം നാഗ്പൂരിൽ. പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന പേരിൽ അനന്തു കൃഷ്ണന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നത് 1000 കോടിയുടെ തട്ടിപ്പ്. ഇതിനിടെ ആരോപണ വിധേയനായ BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇരവാദവുമായി ഇന്ന് രംഗത്ത് വന്നു. സംഘടനയുമായി തനിക്ക് ബന്ധമില്ലെന്നും താനും തട്ടിപ്പിനിരയായെന്നുമാണ് രാധാകൃഷ്ണന്റെ വാദം. അനന്തു കൃഷ്ണനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തട്ടിപ്പ് സംബന്ധിച്ച നിരവധി പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത്. തട്ടിപ്പ് 1000 കോടി കവിയുമെന്നാണ് വിലയിരുത്തൽ. അനന്തു കൃഷ്ണന് പുറമെ മുഖ്യ ആരോപണം നേരിടുന്നത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ AN രാധാകൃഷ്ണനാണ്. എന്നാൽ ഇരവാദം ഉന്നയിച്ചാണ് രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 1 രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളും ഒരു ഇരയാണ്. ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളുടെ അടുത്ത് വന്നു ചേരും. എല്ലാ സ്ഥാപനങ്ങളും, ഈ 200 സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. കോൺഫെഡറേഷനിൽ അംഗമല്ല. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തട്ടിപ്പുകാർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യം തേടി ലാലി വിൻസെന്റ് കോടതിയെ സമീപിച്ചു. അറസ്റ്റിന് തൊട്ടുമുമ്പും അനന്തു കൃഷ്ണൻ നിക്ഷേപകരെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമം നടത്തി. 4 ദിവസം കാത്തിരുന്നാൽ പണം തിരികെ കിട്ടുമെന്നാണ് വീഡിയോ സന്ദേശം. ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അധികം വൈകാതെ വിതരണത്തിൻ്റെ ഒരു ഘട്ടത്തിലോ
അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ ഘട്ടത്തിലോ നിങ്ങളെ നേരിട്ട് കാണുവാൻ കഴിയും. തുടർന്ന് വരുന്ന പരമാവധി വിതരണ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അനന്തകൃഷ്ണനെതിരെ തൃശൂരിലും കേസുണ്ട്. 7 വനിതകളുടെ പരാതിയിൽ അന്തിക്കാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ചിന് പുറമെ ഇഡിയും അന്വേഷണ നീക്കം ആരംഭിച്ചു. പ്രാഥമിക വിവരശേഖരണം നടത്തിയ ഇഡി സംഘം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു. ഇതിനിടെ അനന്തുവിന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നോവ ക്രിസ്റ്റയടക്കം 3 വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ അനന്തുവിനെ 4 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് ജില്ലയിൽ 98 സ്ത്രീകളാണ് അനന്തകൃഷ്ണന്റെ തട്ടിപ്പിനിരയായത്. നടക്കാവ് പോലീസ് 2 കേസ് രജിസ്റ്റർ ചെയ്തു. പിരിച്ച പണം എല്ലാം അനന്തകൃഷ്ണന്റെ കയ്യിലാണെന്ന് കണ്ണൂർ തളിപ്പറമ്പിലെ സീഡ് കോർഡിനേറ്റർ സുവർണ വെളിപ്പെടുത്തി. പണം തിരികെ നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അനന്തകൃഷ്ണന്റെ വീഡിയോയും പുറത്തുവന്നു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും അനന്തകൃഷ്ണന്റെ വാഗ്ദാനങ്ങളിൽ വീണുപോയത് നിരവധി പേരാണ്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം നൽകി കോഴിക്കോട് 98 സ്ത്രീകളിൽ നിന്ന് പണം പിരിച്ചു. അവയർ എക്കോ ട്രസ്റ്റ് മുഖേന 72 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി മുഖേന മറ്റൊരു തട്ടിപ്പിലൂടെ നേടിയത് 2,45 ലക്ഷം രൂപ. 363 ഇരുചക്രവാഹനങ്ങൾ, 22 ലാപ്ടോപ്പുകൾ, 36 മൊബൈൽ ഫോണുകൾ. ഇതൊക്കെ പകുതി വിലയ്ക്ക് ലഭ്യമാക്കാമെന്നായിരുന്നു ഉറപ്പ്. കണ്ണൂരിൽ അനന്തകൃഷ്ണൻ നടത്തിയത് തൊഴിൽ തട്ടിപ്പ് കൂടിയാണ്. വൻ ഓഫറുകൾ നൽകിയാണ് നിരവധി പേരെ സൊസൈറ്റിയുടെ ഭാഗമാക്കിയതെന്ന് സീഡ് കോർഡിനേറ്റർ സുവർണ ന്യൂസ് 18 കേരളത്തോട് വെളിപ്പെടുത്തി. അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം 100% അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യം, 50% സാമ്പത്തിക സഹായങ്ങളാണ് ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. സീഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കുന്നില്ലെന്ന ഇടുക്കി കമ്പംമേട് സിഐക്കെതിരെയും ആരോപണമുയർന്നു. സീഡ് സൊസൈറ്റിയുടെ പഞ്ചായത്ത് തല കോർഡിനേറ്ററായ, അതായത് CPIMന്റെ കൂട്ടാർ ലോക്കൽ സെക്രട്ടറിയായ PP സുശീലൻ അഡ്വാൻസ് ചെയ്ത് ഈ കമ്പംമെട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു പരാതി കൊടുത്തു അനന്തകൃഷ്ണനെതിരെ. അതുകൊണ്ട് നിങ്ങൾ ആരും കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് പരാതി എന്ന് പറഞ്ഞ് ആളുകളെ വിലക്കിയിരിക്കുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്, കണ്ണൂർ. തിരുവനന്തപുരം പ്രസ് ക്ലബ് പദ്ധതിയുമായി സഹകരിച്ചതുകൊണ്ടാണ് താൻ തട്ടിപ്പിൽ വീണുപോയതെന്ന് BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞു. സ്കൂട്ടർ വിതരണത്തിനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ഒപ്പിട്ട MOUവും പദ്ധതിയുടെ ഉദ്ഘാടന ചിത്രവും അനന്തകൃഷ്ണൻ തട്ടിപ്പിന് ഉപയോഗിച്ചത് ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ തങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന വിചിത്ര നിലപാടാണ് ഇപ്പോൾ പ്രസ് ക്ലബ് ഭാരവാഹികൾ സ്വീകരിക്കുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എങ്ങനെ നൽകും? ആൾക്ക് 60,000 വെച്ച് എങ്ങനെ സൗജന്യമായി നൽകും? ന്യായമായ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചവരുടെ വിശ്വാസം നേടാനാണ് മാധ്യമപ്രവർത്തകരെയും പ്രമുഖ നേതാക്കളുടെ ചിത്രങ്ങളും വീഡിയോയും മറയാക്കിയത്. മാധ്യമപ്രവർത്തകർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയുടെ സംഘാടകരായത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. ഉദ്ഘാടകൻ മന്ത്രി V ശിവൻകുട്ടിയും. വിശ്വാസ്യത ഉറപ്പിക്കാനായി വേദിയിൽ വെച്ച് തന്നെ ഒരു മാധ്യമപ്രവർത്തകന്റെ കുട്ടിക്ക് ലാപ്ടോപ്പ് നൽകി. 2024 ജനുവരി 26 വിതരണോദ്ഘാടനം നടന്നെങ്കിലും MOU ഒപ്പുവെച്ചത് 2024 മാർച്ച് 20 എന്നാൽ ഇങ്ങനെയൊരു MOU ഇല്ലെന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു അന്ന് ഈ കരാറിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി M രാധാകൃഷ്ണന്റെ മറുപടി. പ്രസ് ക്ലബിനെ പറ്റിച്ചതാണെങ്കിൽ പോലീസിൽ പരാതി നൽകാത്തത് എന്തെന്ന ചോദ്യത്തിനും പ്രതികരിക്കേണ്ട എന്ന തീരുമാനമെന്നായിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് PR പ്രവീണിന്റെയും മറുപടി. പദ്ധതിയിൽ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പേരും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തങ്ങളോട് അനുവാദം ചോദിക്കാതെ പേരുൾപ്പെടുത്തുകയായിരുന്നു എന്ന് പല മുതിർന്ന മാധ്യമപ്രവർത്തകരും ന്യൂസ് 18നോട് പറഞ്ഞു. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ ഈ മാധ്യമപ്രവർത്തകരുടെ പേരടങ്ങുന്ന പട്ടികയും അനന്തകൃഷ്ണൻ 1000 കോടിയുടെ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സ്കൂട്ടർ നൽകുക വഴി കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് വ്യാപിപ്പിക്കാനായിരുന്നു അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മറ്റ് 13 പ്രസ് ക്ലബ്ബും ഉൾപ്പെടുന്ന കേരള പത്രപ്രവർത്തക യൂണിയനെ പദ്ധതിയുമായി സമീപിച്ചെങ്കിലും തട്ടിപ്പ് സാധ്യത തിരിച്ചറിഞ്ഞ് യൂണിയൻ ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയുടെ ഭാഗമാകാൻ പ്രേരകമായത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞു. പ്രധാന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം അടക്കം നടത്തി. ഇതോടെയാണ് പദ്ധതിയിൽ വിശ്വാസം വന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ ഏറ്റവും ബഹുമാനരായ പത്ര, ദൃശ്യ, മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ
വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, ഞങ്ങളാരുമില്ലാത്ത, ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം കോടികളുടെ CSR തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന ആരോപണവുമായി ഡോക്ടർ പി സരിൻ. മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പി സരിൻ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ 1000 കോടിയുടെ CSR ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതര ആരോപണമാണ് പി സരിൻ ഉന്നയിച്ചത്. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പെന്നും മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും സരിൻ ആവശ്യപ്പെട്ടു. ശ്രീ നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണയിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷന്റെ പേരുണ്ട്. ആ ഫൗണ്ടേഷന്റെ പേര് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നാണ്. CSR തട്ടിപ്പിലേക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് മുദ്ര ട്രസ്റ്റ് വഴിയാണ്. ഇതിന്റെ പ്രചരണത്തിന് MLA നേതൃത്വം നൽകി. നേരിട്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തി നൽകിയതിൽ കമ്മീഷൻ ആരോപണവും നജീബിനെതിരെയുണ്ട്. ഇവിടുത്തെ ഒരു ജനപ്രതിനിധി നേരിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി പ്രകാരം പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റ് കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഫൗണ്ടേഷനാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് നാഷണൽ NGO കോൺഫെഡറേഷൻസ് എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയ്ക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പങ്ക് നേരിട്ട് ഈ തട്ടിപ്പിലുണ്ട് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇരുചക്ര വാഹനങ്ങൾ, തയ്യൽ മെഷീനുകൾ, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് എന്നിവയാണ് CSR സംരംഭത്തിലൂടെ പെരിന്തൽമണ്ണയിൽ വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിൽ ലാപ്ടോപ്പുകളാണ് ഇനി വിതരണം ചെയ്യാനുള്ളത്. ഇതിന്റെ പേരിൽ ലക്ഷങ്ങൾ അനന്തുവിന്റെ സംഘം തട്ടിയെടുത്തുവെന്നും ഇത് സംബന്ധിച്ച് DGPക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നുമാണ് MLAയുടെ ഓഫീസിന്റെ പ്രതികരണം. ന്യൂസ് 18 മലപ്പുറം. ധനസമാഹരണത്തിന് വേണ്ടിയല്ല കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുന്നതെന്നും റവന്യൂ മോഡൽ എന്തെന്ന കേന്ദ്ര സർക്കാർ ചോദ്യത്തിനുള്ള മറുപടിയാണതെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്. കിഫ്ബി പറ്റില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മുന്നോട്ട് വെക്കാനുള്ള ബദൽ എന്താണ്? ടോൾ മോഡൽ UDF അംഗീകരിക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങളും പ്രതിപക്ഷ നേതാവിനോട് ഐസക് ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ C&AGക്കും UDFനും ഒരേ നിലപാടാണെന്നും ഐസക് കുറ്റപ്പെടുത്തി. വികസനത്തിന് കിഫ്ബി അല്ലാതെ മറ്റ് വഴിയില്ല. UDF ജനങ്ങളെ പറ്റിക്കുകയാണ്. BJPയുടെ കേന്ദ്ര സർക്കാരിനോട് മുട്ടാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്നും ഐസക് വെല്ലുവിളിച്ചു. സർക്കാരിന്റെ ധനസമാഹരണത്തിനല്ലെന്ന് ടോള് വെച്ചിട്ടുള്ളത്. ടോള് വെക്കുകയാണെങ്കിൽ ആ കേന്ദ്രത്തിന്റെ മുട്ടാപ്പോക്കിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. 50 വർഷം കൊണ്ടാവട്ടെ. എന്നാൽ റവന്യൂ മോഡലല്ലേ. റവന്യൂ മോഡൽ ആവണമെങ്കിൽ 10 വർഷം കൊണ്ട് തിരിച്ചു പിടിച്ചോണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. The moment you go for 50 years, നിങ്ങൾക്ക് വരുന്ന ബാധ്യത ദേശീയപാതയുടെ 4-1 പോലും വരുന്നതിനൊക്കെ താഴെ. യാത്രാ ചുങ്കം പിരിക്കാതെ പറ്റില്ലെന്ന് ഇപ്പോൾ പറയുന്ന സർക്കാർ പക്ഷേ ഇതുവരെ പറഞ്ഞത് കിഫ്ബി പദ്ധതികൾക്ക് വരുമാനം കണ്ടെത്താൻ സ്വന്തമായ വഴികളുണ്ടെന്നാണ്. അതിനായി ചൂണ്ടിക്കാണിച്ച K-ഫോണും ഇൻഡസ്ട്രിയൽ പാർക്കുകളുമൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാറിയെന്ന സത്യം കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി സർക്കാരിന്റെ തുരുപ്പ് ചീട്ടുകളിലൊന്നായിരുന്നു K-ഫോൺ. കേരളം മുഴുവൻ മികച്ച ഇന്റർനെറ്റ്, പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് സൗജന്യം, വൻകിട കമ്പനികളുടെ കുത്തക അങ്ങനെ തകരും. സ്വപ്ന പദ്ധതിക്കായി കിഫ്ബിയിൽ നിന്ന് അങ്ങനെ 1059 കോടി രൂപയുടെ വായ്പ അനുവദിച്ചു. എല്ലാ വർഷവും 100 കോടി വെച്ച് 13 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം. പക്ഷേ വരുമാനം കാര്യമായിട്ടൊന്നും ഇനിയും ആയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ തിരിച്ചടവ് തുടങ്ങിയിട്ടുമില്ല. ഇന്നുവരെ കുടിശ്ശിക 126 കോടി. അടുത്തത് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. പുതുതായി ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടുകൂടി കിട്ടിയ തുക 0. ചുരുക്കത്തിൽ സ്വന്തമായി വരവൊന്നുമായിട്ടില്ല. ആകെ ആശ്രയം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഇന്ധന സെസ്സും റോഡ് ടാക്സിന്റെ പകുതിയുമാണ്. കഴിഞ്ഞ വർഷം ഇത് 3230 കോടിയായിരുന്നു. ഇതേ വർഷം പുതുതായി കടമെടുത്ത തുക 5804 കോടിയോളം രൂപ. ഇതുവരെയുള്ള കിഫ്ബിയുടെ കഥയെ നമുക്കിങ്ങനെ ചുരുക്കി പറയാം. 67,000 കോടിയിലധികം ചിലവ് വരുന്ന 1140 പദ്ധതികൾ. അതിനായി ഇതുവരെ 33,000 കോടി ചിലവിട്ടു. അനുവദിച്ച പദ്ധതികളിൽ 99% ഉടനെയെങ്ങും വരുമാനം തരാത്തവ. ഇതിനൊക്കെയുള്ള പണം കണ്ടെത്താനുള്ള വഴിയായി ആലോചിച്ചു വെച്ചിരുന്നത് പ്രത്യേകം കടമെടുപ്പായിരുന്നു. അതുകൊണ്ടാണ് കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രി തോമസ് ഐസക്
ധൈര്യമായി നിയമസഭയിൽ പറഞ്ഞത്. തിരിച്ചടവിന്റെ 25% സ്വന്തമായി കണ്ടെത്തുമെന്ന് പിന്നീട് കിഫ്ബിയുടെ CEO വെച്ച് കാച്ചിയതും അങ്ങനൊരു അവസ്ഥ വരില്ലെന്ന് കരുതിയാണ്. പക്ഷേ കേന്ദ്രം ഈ നീക്കം വെട്ടി. സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിരുന്ന ആകെ വായ്പാ പരിധിയെ ഈ കടമെടുപ്പ് ബാധിക്കുമെന്ന് വന്നതോടെ എല്ലാം അടിപടലം പാളി. ഇപ്പോൾ സർക്കാരിന് പ്രവർത്തിക്കാനുള്ള കടമെടുക്കണമെങ്കിൽ പോലും അതിനെ കിഫ്ബിയുടെ കടമെടുപ്പ് തടസ്സപ്പെടുത്തുകയാണ്. ഇടത് സർക്കാരിന് മുന്നിൽ ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ കിഫ്ബി പൂട്ടിക്കെട്ടുക, അല്ലെങ്കിൽ കിഫ്ബി പദ്ധതികൾക്ക് വേണ്ടിയുള്ള ശതകോടികൾ വേറെ കണ്ടെത്തുക. റോഡുകൾക്കുള്ള ടോൾ ഇതിനുള്ള ആദ്യ കാൽവെപ്പാണ്. വേറെയും പിരിവുകൾ വരാനിരിക്കുന്നു എന്ന് വേണം ഊഹിക്കാൻ. ജിമ്മി ജെയിംസ്, ന്യൂസ് 18. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന കർശന നിലപാടിൽ തന്നെയാണ് പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴുമുള്ളത്. ടോൾ പിരിക്കാൻ തുടങ്ങിയാൽ ടോൾ ബൂത്തുകൾ തല്ലിപ്പൊളിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ടോൾ എടുക്കാൻ പോവുക, നമ്മൾ കൊടുത്ത സെസ്സാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പറഞ്ഞേക്കുന്നത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കുറച്ച് 1/3 പണം തിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മളെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്. അല്ല, അങ്ങനെ ടോൾ വന്നു കഴിഞ്ഞാൽ കേരളം അടിച്ചു പൊളിക്കും ആളുകൾ. ടോള് കേരളത്തിൽ ടോളൊന്നും നടത്താൻ സമ്മതിക്കുന്നില്ല. കിഫ്ബി റോഡ്. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പോലീസിന് എന്ത് പറ്റി എന്നതാണ് നാട്ടുകാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മുഖത്തടിച്ച CIക്കെതിരെ ഓട്ടോ ഡ്രൈവർ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്ത കേസും ഇങ്ങനെയാണ്. ഇടുക്കി കൂട്ടാർ സ്വദേശി മുരളീധരനാണ് CIക്കെതിരെ പരാതി നൽകിയത്. ന്യൂ ഇയർ ആഘോഷത്തിനിടെയായിരുന്നു മുരളീധരന് നേരെയുള്ള അതിക്രമം. പരിക്കേറ്റ മുരളീധരന്റെ ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് ഉറപ്പ് നൽകി പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പിനും ശ്രമിച്ചു. ഡിസംബർ 31 പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഒത്തുചേർന്നവർക്കെതിരെയാണ് പോലീസിന്റെ അതിക്രമം. ഓട്ടോ തൊഴിലാളിയായ മുരളീധരനെ മുഖത്തടിച്ചു വീഴ്ത്തി. മർദ്ദനത്തെ തുടർന്ന് താഴെ വീണ മുരളീധരന്റെ ഒരു പല്ല് പൊട്ടിപ്പോയി. കൂട്ടാറിലെ കരുണാപുരം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് നാട്ടുകാർക്ക് സമീപത്തേക്ക് എത്തിയ പോലീസ് ഇവരോട് പോകാൻ ആവശ്യപ്പെടുകയും ആക്രമിക്കുകയുമായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ മുരളീധരന് ചികിത്സാ ചെലവ് നൽകി ഒത്തുതീർപ്പിനും പോലീസ് ശ്രമിച്ചു. ആശുപത്രി ചെലവുകൾ വഹിക്കാനും പോലീസ് തയ്യാറായില്ല. രാത്രിയിൽ വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് റോഡിൽ പടക്കം പൊട്ടിക്കുകയും ആഘോഷം നടത്തുകയും ചെയ്തെന്ന് പരാതി ലഭിച്ചെന്നും ഈ വിവരം അന്വേഷിച്ചാണ് അവിടെ എത്തിയതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. മുരളീധരൻ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നതോടെ സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് നിർദ്ദേശം നൽകി. ന്യൂസ് 18 ഇടുക്കി. പോലീസിന്റെ കാടത്തത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാനത്ത് നടക്കുന്നത് പോലീസിന്റെ തേർവാഴ്ചയാണ്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥ, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും VD സതീശൻ പറഞ്ഞു. എന്തു വൃത്തികേടും പോലീസിന് ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണമാണ്. എന്തു വൃത്തികേടും പോലീസ് ചെയ്യും. കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീകളുടെ അടിച്ച് ലാത്തിക്കടിച്ച് തോളലിന് പരിക്കേൽപ്പിക്കുക, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കാന്ന് വെച്ചാൽ പോലീസിന് ഭ്രാന്ത് പിടിച്ചു, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത്? പോലീസിന്റെ തേർവാഴ്ചയല്ല നടക്കുന്നത്. നാട് മുഴുവൻ അക്രമങ്ങളാണ്. ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. മയക്കുമരുന്ന് സംഘങ്ങളാണ്. ഒരു ഭീതിയോടുകൂടിയാണ് ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. തിരുവനന്തപുരം വെള്ളറട കിളിയൂരിൽ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വന്തമായി ജീവിക്കാൻ അനുവദിക്കാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. കിളിയൂർ സ്വദേശി ജോസിനെയാണ് മകൻ പ്രജിൻ വെട്ടിക്കൊന്നത്. കഴിഞ്ഞ രാത്രിയാണ് നാടിനെ നടുക്കിയ സംഭവം. കിളിയൂർ സ്വദേശിയായ 70-കാരൻ ജോസാണ് മകന്റെ വെട്ടേറ്റു മരിച്ചത്. ചൈനയിലെ വുഹാനിൽ MBBS വിദ്യാർത്ഥിയായിരുന്നു പ്രജിൻ ജോസ്. കോവിഡ് കാലമായതോടെ പഠനം മുടങ്ങി തിരികെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. പഠനത്തിനായി ലക്ഷങ്ങൾ ചെലവിട്ടെങ്കിലും എങ്ങുമെത്താതെ പോയതിൽ തർക്കവും അഭിപ്രായ വ്യത്യാസവും വീട്ടിൽ പതിവായിരുന്നു. നിരന്തരമുണ്ടാകുന്ന തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം.
ചൈനയിൽ അഡ്മിഷൻ വാങ്ങി നൽകിയ ഏജൻസിക്കെതിരെ സർട്ടിഫിക്കറ്റ് അടക്കം തിരികെ നൽകാത്തതിൽ കേസും നിലവിലുണ്ട്. സംഭവ സമയം ജോസും പ്രജിനും അമ്മ സുഷമാകുമാരിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സുഷമയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ പോലീസിനെ അറിയിച്ചത്. കൊലപാതകത്തിന് ശേഷം പോലീസ് എത്തുമ്പോൾ നെഞ്ചിലും കഴുത്തിലും വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ജോസിനെയും സമീപത്ത് ബോധരഹിതയായി കിടക്കുന്ന സുഷമയുമാണ് കണ്ടത്. കൊലപാതകത്തിന് ശേഷം വെള്ളറട സ്റ്റേഷനിലെത്തി പ്രജിൻ കീഴടങ്ങുകയായിരുന്നു. സ്വതന്ത്രമായി ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മകന്റെ മൊഴി. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കഠിനംകുളം കൊലക്കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. കൊല്ലപ്പെട്ട ആതിരയുടെ വീട്ടിലും പ്രതി വാടകയ്ക്ക് താമസിച്ച വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. ഇന്ന് കോടതിയിൽ ജോൺസനെ ഹാജരാക്കും. കഠിനംകുളത്തെ വാടക വീട്ടിൽ വീട്ടമ്മയായ ആതിരയെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പ് പൂർത്തിയായത്. കൊലപാതകം നടന്ന കഠിനംകുളത്തെ വീട്ടിൽ ഇന്നലെ വൈകിട്ടോടെ പ്രതിയെ എത്തിച്ചു. നാടിനെ നടുക്കിയ കൊലപാതക കേസിലെ പ്രതിയെ കാണാൻ നിരവധി പേർ തടിച്ചുകൂടി. പിന്നാലെ പെരുമാതുറയിൽ പ്രതി ജോൺസൺ ഔസേപ്പ് വാടകയ്ക്കെടുത്ത മുറിയിലും എത്തിച്ചു. വീട്ടുടമ ജോൺസനെ തിരിച്ചറിഞ്ഞു. കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ഒരു മൊബൈൽ കടയിൽ ഇയാൾ ഫോൺ വിറ്റിരുന്നു. ഇവിടെയും പോലീസ് പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു. ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെ പ്രതി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കൃത്യം നടത്തിയ ശേഷം പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെട്ട വഴിയും സ്കൂട്ടർ ഉപേക്ഷിച്ച സ്ഥലത്തും പോലീസ് പ്രതിയുമായി എത്തി. ആറ്റിങ്ങൽ ഡിവൈഎസ്പി, കഠിനംകുളം സിഐ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകത്തിന് ശേഷം പ്രതിയെത്തിയ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ നേരത്തെ ജോൺസനെ എത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദത്തിലായ ജോൺസണൊപ്പം പോകാൻ ആതിര വിസമ്മതിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ മാസം 21-ന് കഠിനംകുളത്ത് ആതിര താമസിക്കുന്ന വീട്ടിലെത്തുകയും കിടപ്പുമുറിയിൽ വെച്ച് കുത്തിക്കൊല്ലുകയുമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഹരികുമാറിനെ മാനസിക രോഗ വിദഗ്ധർക്ക് മുന്നിലെത്തിച്ച് പരിശോധന തുടരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മാനസിക നില പരിശോധിക്കുന്നത്. അതേസമയം സാമ്പത്തിക തട്ടിപ്പിലും തൊഴിൽ തട്ടിപ്പിലും അറസ്റ്റിലായ കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ ബാലരാമപുരം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന ചിലരെ സ്റ്റേഷനിൽ വിളിച്ച് വീണ്ടും മൊഴിയെടുത്തു. ശ്രീതുവിന്റെ ഭർത്താവ് ശ്രീജിത്തിന്റെയും മൊഴിയെടുത്തു. പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 1-ാം പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് നൽകി. 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കീഴടങ്ങി. ഒളിവിലായിരുന്ന ഹോട്ടൽ ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. കേസിലെ 1-ാം പ്രതി ദേവദാസ് റിമാൻഡിലാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുക്കത്തെ ഹോട്ടൽ ജീവനക്കാരിയെ താമസ സ്ഥലത്തെത്തി ഉടമയും 2 ജീവനക്കാരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന 2 പ്രതികളാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. മുക്കം സങ്കേതം ഹോട്ടലിലെ ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരാണ് കീഴടങ്ങിയത്. കേസിൽ 1-ാം പ്രതിയും ഹോട്ടൽ ഉടമയുമായ ദേവദാസിനെ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നിന്ന് പിടികൂടിയിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പീഡനശ്രമം ചെറുക്കുന്നതിനിടെയാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ യുവതി താമസിക്കുന്ന വീടിന്റെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം പീഡന ദൃശ്യം പുറത്തു വന്നിരുന്നു. പിന്നാലെ പ്രതിഷേധം ശക്തമായതോടെയാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മുക്കം. അമേരിക്ക നാട് കടത്തിയവരെ ചങ്ങലയിലിട്ട് ഇന്ത്യയിലെത്തിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. പാർലമെന്റ് ഇന്ന് പലതവണ സ്തംഭിച്ചു. അങ്ങനെയൊരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇപ്പോൾ പുലിവാല് പിടിച്ചു. ഇതിനിടെ തടവുകാരെ പോലെ കൊളംബിയൻ പൗരന്മാരെ കൊണ്ടുവന്നതുകൊണ്ടാണ് അമേരിക്കൻ വിമാനങ്ങൾ താൻ തിരിച്ചയച്ചതെന്ന് കൊളംബിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി. 40 മണിക്കൂർ കൈയും കാലും ചങ്ങലയിലായിരുന്നു. ആദ്യം സീറ്റിൽ നിന്ന് അനങ്ങാൻ പോലും സമ്മതിച്ചില്ല. പലതവണ കേണപേക്ഷിച്ചിട്ടാണ് ശുചിമുറിയിൽ പോകാൻ പോലും അനുമതി കിട്ടിയത്. അതും ചങ്ങല അഴിക്കാതെ തന്നെ. അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ട നാട്ടിലെത്തിയവരുടെ ഇത്തരം അനുഭവ കഥകളാണ് മാധ്യമങ്ങളിലെല്ലാം. 25 സ്ത്രീകളും 12 കുട്ടികളുമടക്കം 104 പേരാണ് ഇങ്ങനെ ചങ്ങലയിൽ ബന്ധിതരായി അമൃത്സറിൽ വിമാനമിറങ്ങിയത്. പക്ഷേ വാർത്ത കളവാണെന്നായിരുന്നു ഇന്നലെ രാത്രി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ട്വീറ്റ്. അതിന് പറഞ്ഞ കാരണം പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരെണ്ണം ഗ്വാട്ടിമാലയിലേക്ക് നാട് കടത്തപ്പെട്ടവരുടേതാണ് എന്നതായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ
ഇന്ത്യക്കാരും ഇങ്ങനെ തന്നെയാണ് നാടുകടത്തപ്പെട്ടതെന്ന് വ്യക്തമായി. പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽ അനുഭവം വിശദീകരിച്ചു. രാവിലെ വലിയ പ്രതിഷേധമുയർത്തിയാണ് പ്രതിപക്ഷം പാർലമെന്റിലെത്തിയത്. ഭരണപക്ഷം വഴങ്ങിയില്ല. പല തവണ പാർലമെന്റ് നിർത്തിവെച്ചു. പ്രതീകാത്മക ചങ്ങലകളുമായി പ്രതിപക്ഷം ലോക്സഭയ്ക്ക് പുറത്തും പ്രതിഷേധമുയർത്തി. ഒടുവിൽ ഉച്ചകഴിഞ്ഞ് വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി മറയൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചമ്പക്കാട്ടിൽ വിമലനാണ് മരിച്ചത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സംഭവം. ഫയർ ലൈൻ ഇടാൻ പോകവെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രവർത്തകനാണ് വിമലൻ. കാസർഗോഡ് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ ഇന്നലെ രാത്രി കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വെക്കുന്നതിനിടെ പുലി രക്ഷപ്പെട്ടു എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനാവാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൊളത്തൂർ വില്ലേജിലെ മടന്തക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ 6:30 കൂടിയാണ് ഇത്തരത്തിൽ പുലിയെ ഈ തുരങ്കത്തിനകത്ത് കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വളരെ ചെറിയൊരു തുരങ്കമാണ്. ഇതിനകത്താണ് പുലി മണിക്കൂറുകളോളം കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നെങ്കിലും അത് വിഫലമായി. പുലി ഇവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ ചെറിയൊരു തുരങ്കമാണ്. ഈ തുരങ്കത്തിനകത്താണ് ഈ പുലി കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിനകത്ത് പന്നിക്ക് മറ്റോ വെച്ച കെണി, ആ കെണിയിൽ ഈ പുലിയുടെ കാല് കുടുങ്ങിയാണ് ഇതിനകത്ത് പെട്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പുലിയെ പിടികൂടാൻ സാധിച്ചില്ല. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായത്. എന്തായാലും പുലി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ആളുകളുള്ളത്. സ്ഥലത്ത് നല്ല കാൽപ്പാട് കണ്ടു. ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. അവർ വന്നു. 2 പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. എല്ലാവരും നല്ലപോലെ ജാഗ്രത കാണിക്കണം. 6 മണിക്ക് മുമ്പ് വീടുകളിലേക്ക് കുട്ടികൾ എല്ലാം കയറാനുള്ള ഇത് വേണം. മറ്റു ആൾക്കാരൊന്നും വെളിയിൽ പോകരുതെന്നുള്ള നിർദ്ദേശം തന്നു. കൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഒരു സ്ഥലമാണിത്. അവരുടെ മകളാണ് ഇത്തരത്തിൽ മോട്ടറിന്റെ സ്വിച്ച് ഇടാൻ പോകുമ്പോൾ ഈ പുലിയെ കണ്ടത്. എന്നാലും അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. എന്നാലും ഈ പുലിയെ ഉടനെ പിടികൂടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാവട്ടെ എന്ന് ആശംസ നേർന്ന സ്വാഗത പ്രസംഗകന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ടാഗോർ ഹാളിൽ നടന്ന രവിപ്രഭ എന്ന പരിപാടിയിലാണ് വേദിയിലും സദസ്സിലും ഒരേപോലെ ചിരി പടർത്തിയ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാർ പോയോ? മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കുള്ള സ്വാഗത പ്രസംഗകന്റെ ഈ ആശംസ. ഇതോടെ സദസ്സിൽ കയ്യടി ഉയർന്നു. വേദിയിൽ ഇരുന്ന അതിഥികളുടെ മുഖത്തും ചിരി പടർന്നു. പിന്നാലെ സദസ്സിനെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി സ്വാഗത പ്രസംഗകന് നൽകിയ മറുപടി ഇങ്ങനെ. ശ്രീ രവിപിള്ളയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗത പ്രസംഗനെ കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പാർട്ടിക്കാരനല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും അങ്ങനെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നിർദ്ദേശിക്കാറുള്ളത്. പത്മശ്രീ രവിപിള്ളയെ ആദരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രവിപ്രഭ പരിപാടിയിലാണ് സംഭവം. സ്വാഗത പ്രസംഗത്തിനെത്തിയ സംഘാടക സമിതി ജനറൽ കൺവീനർ G. രാജ്മോഹനായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പരാമർശിച്ചത്. ഒപ്പം സദസ്സിലേക്ക് നോക്കി VD സതീശൻ സാർ എവിടെ എന്നൊരു ചോദ്യവും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, നടൻ മോഹൻലാൽ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.
2011 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുമെന്ന് കരുതി ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചയാളാണ് പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VSും പിണറായിയും തമ്മിലുള്ള മത്സരമൊന്നും കോൺഗ്രസിലില്ല. മുഖ്യമന്ത്രി അധികം തമാശ പറയരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാന മത്സരമെന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസത്തോട് പ്രതികരിക്കുകയായിരുന്നു സതീശൻ. ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒരാളുമല്ല. അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത്. കാരണം 2006 നമുക്ക് ഓർമ്മയുണ്ട്. ആ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം VS അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ VS അച്യുതാനന്ദൻ. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ 5 വർഷം നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞ് 2011 വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറ്റില്ല. പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. VS പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നത് അത് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല. K. രാധാകൃഷ്ണൻ MP-യുടെ അമ്മ ചിന്ന അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്ന കുറിപ്പോടെ K. രാധാകൃഷ്ണൻ അമ്മയോടൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 12:30യോടെയാണ് അന്ത്യം സംഭവിച്ചത്. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. കഴിഞ്ഞ ദിവസം